റൈ മിസ്റ്റീരിയോയുടെ കാലൊടിഞ്ഞ സമയത്ത് മുതലെടുത്തുകൊണ്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ച കെയ്നിന്റെ കഥ നിങ്ങൾക്കറിയാമോ? മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസ് വിജയിച്ച അന്ന് തന്നെ അത് ക്യാഷ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന മോൺസ്റ്റർ കെയ്നെ നിങ്ങൾക്കറിയാമോ? 2010 നടന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു കഥയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഒരൊറ്റ ദിവസം നടന്നിട്ടുണ്ടായിരുന്ന കെയ്നിന്റെയും റൈ മിസ്റ്റീരിയോയുടെയും നല്ല കിഡിലൻ കഥ. വെൽക്കം ടു സാറ്റർഡേ നൈറ്റ് സ്റ്റോറി. ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ലൈക്ക് ചെയ്തേക്കണേ. സംഭവം നടക്കുന്നത് 2010. ആ സമയത്തെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായിട്ട് നിൽക്കുന്നത് റൈ മിസ്റ്റീരിയോ ആണ്. അദ്ദേഹത്തിന്റെ ഓപ്പണന്റ് ആയിട്ട് നിൽക്കുന്നത് ജാക്ക് സ്വാഗർ ആണ്. ഇവർ തമ്മിലുള്ള ഒരു മാച്ച് മണി ഇൻ ദ ബാങ്ക് 2010 വേണ്ടി ഉറപ്പിക്കുകയുണ്ടായി. ഇവർ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് സ്മാക്ക് ഡൗൺ ബ്രാൻഡിലും കൂടിയാണ്. 2010 മണി ഇൻ ദ ബാങ്കിൽ തന്നെ 2 മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസ് മാച്ചുകൾ നടന്നിട്ടുണ്ടായിരുന്നു. രണ്ടും മെൻസ് മണി ഇൻ ദ ബാങ്ക് ലാഡർ മാച്ചുകൾ തന്നെയാണ്. ഒന്ന് റോ ബ്രാൻഡിന്റേതും ഒന്ന് സ്മാക്ക് ഡൗൺ ബ്രാൻഡിന്റേതുമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ആദ്യം തന്നെ നടന്നിട്ടുണ്ടായിരുന്നത് സ്മാക്ക് ഡൗൺ ബ്രാൻഡിന്റെ മണി ഇൻ ദ ബാങ്ക് ലാഡർ മാച്ച് തന്നെയായിരുന്നു. അതിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നവർ കോഡി റോഡ്സ്, ഡ്രൂ മെക്കിൻഡർ, ഡോൾഫ് സിഗ്ലർ, മാറ്റ് ഹാർഡി, ക്രിസ്ത്യൻ, ബിഗ് ഷോ ആൻഡ് കെയ്ൻ എന്നിവരായിരുന്നു. മാച്ചിന്റെ തുടക്കത്തിൽ തന്നെ എല്ലാവരെയും എടുത്ത് പുറത്തേക്കിടുന്ന ബിഗ് ഷോയെയും കെയ്നെയും നമ്മൾ കണ്ടു. എന്നിട്ട് പഴയ ടാഗ് ടീമായിട്ടുണ്ടായിരുന്ന ഇവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് നിന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുകയുണ്ടായി. കെയ്നെ എടുത്ത് ബിഗ് ഷോ പുറത്തേക്കിട്ടു. ലാഡർ കയറാൻ വേണ്ടി ബിഗ് ഷോ ശ്രമിച്ചു. പക്ഷേ ബിഗ് ഷോയുടെ ഭാരം ലാഡർ താങ്ങിയില്ല. ലാഡറിന്റെ കഷ്ണങ്ങൾ പൊട്ടി പോരാൻ തുടങ്ങി. റിങ്ങിന്റെ താഴെ നിന്നും പുതിയ ലാഡർ എടുക്കാൻ വേണ്ടി ബിഗ് ഷോ ശ്രമിച്ചെങ്കിലും ബാക്കിയുള്ളവർ ഓരോരുത്തരായി വന്ന് ബിഗ് ഷോയെ മാത്രം അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയുണ്ടായി. മെക്കിൻഡർ പുതിയ ലാഡറുമായിട്ട് റിങ്ങിലേക്ക് എത്തിയെങ്കിലും മാറ്റ് ഹാർഡി ഒരു ലാഡർ ഉപയോഗിച്ച് മെക്കിൻഡറിനെ അറ്റാക്ക് ചെയ്തു. മാറ്റ് ഹാർഡി എടുക്കാൻ വേണ്ടി പോയപ്പോൾ ക്രിസ്ത്യൻ വന്ന് തടഞ്ഞു വെക്കുകയുണ്ടായി. അവർ രണ്ടുപേരും കൂടി ഫൈറ്റ് ചെയ്ത് റിംഗ് സൈഡിലേക്ക് എത്തി. പിന്നീട് ഓരോരുത്തരായി മാറി വന്ന് ബ്രീഫ് കേസ് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ലാഡറിന്റെ മുകളിൽ ക്രിസ്ത്യനും ഡോൾഫ് സിഗ്ലറും ഒരുമിച്ച് നിന്നപ്പോൾ ഡോൾഫിനെ എടുത്ത് ക്രിസ്ത്യൻ മുകളിൽ നിന്നും തള്ളിയിട്ടു. റിങ്ങിൽ നിന്നും മാറ്റ് ഹാർഡിയും ക്രിസ്ത്യനും ഒരുമിച്ച് ലാഡർ ഉപയോഗിച്ച് കെയ്നെ അറ്റാക്ക് ചെയ്യുകയുണ്ടായി. മാറ്റ് ഹാർഡിയെ ലാഡറിന്റെ മുകളിലേക്ക് മുഖം വെപ്പിച്ചു ക്രിസ്ത്യൻ. ലാഡറിന്റെ മുകളിൽ കയറി ബ്രീഫ് കേസ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കോഡി റോഡ്സ് ക്രിസ്ത്യനെ ബിഗ് ഷോയുടെ മുകളിലേക്ക് തള്ളിയിട്ടു. റിങ്ങിൽ കയറിയ കെയ്നെ കോഫി കിങ്സ്റ്റൺ, കോഡി റോഡ്സ്, മാറ്റ് ഹാർഡി എന്നിവർ 3 പേരും വന്ന് അറ്റാക്ക് ചെയ്യുകയുണ്ടായി. ലാഡറിന്റെ മുകളിൽ ഉണ്ടായിരുന്ന കോഡിയെയും മാറ്റ് ഹാർഡിയെയും മെക്കിൻഡർ തള്ളി താഴെയിട്ടു. ഡ്രൂ മെക്കിൻഡറെ അനൗൺസർ ടേബിളിന്റെ മുകളിൽ കിടത്തിക്കൊണ്ട് കോഫി കിങ്സ്റ്റൺ ഒരു ലെഗ് ഡ്രോപ്പ് അവിടെ ചെയ്യുകയുണ്ടായി. ലാഡറിന്റെ മുകളിൽ നിന്ന് ബ്രീഫ് കേസ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ലാഡർ തള്ളിയിട്ട് നേരെ കൈക്കുള്ളിൽ വെച്ച് ഒരു ചോക്ക് സ്ലാം ചെയ്തു ബിഗ് ഷോ ഡോൾഫ് സിഗ്ലറെ. ക്രിസ്ത്യനും മാറ്റ് ഹാർഡിയും കൂടി ലാഡർ ഉപയോഗിച്ച് ബിഗ് ഷോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ബിഗ് ഷോയുടെ സ്ട്രെങ്ത്തിന് മുൻപിൽ അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. റിങ്ങിന്റെ താഴെ നിന്നും ഒരു വലിയ ലാഡർ എടുത്ത് ബിഗ് ഷോ കഷ്ടപ്പെട്ടത് റിങ്ങിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരികയുണ്ടായി. ലാഡറിന്റെ മുകളിൽ നിന്നിട്ടുണ്ടായിരുന്ന ബിഗ് ഷോയെ കെയ്ൻ തള്ളി റിംഗ് സൈഡിലേക്ക് ഇട്ടു. അതേ അവസരം മുതലെടുത്തുകൊണ്ട് ബാക്കിയുള്ള എല്ലാവരും ഉള്ള ലാഡറുകളെല്ലാം ബിഗ് ഷോയുടെ മേലേക്ക് എടുത്തിടുകയുണ്ടായി. ബിഗ് ഷോയെ ലാഡറിന്റെ താഴത്തേക്ക് എത്തിക്കുകയുണ്ടായി. കെയ്ൻ ഓരോരുത്തരെ എടുത്തുകൊണ്ട് ചോക്ക് സ്ലാം ചെയ്ത് ചോക്ക് സ്ലാം മാല തന്നെയായിരുന്നു അവിടെ നടത്തിയത്. കെയ്നിന്റെ തലയിലൂടെ കയറി ഡോൾഫ് സിഗ്ലർ ബ്രീഫ് കേസ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അതിനൊന്നും തന്നെ നടന്നില്ല. കോഫിയെയും എടുത്ത് ലാഡറിന്റെ മുകളിലേക്ക് ചോക്ക് സ്ലാം ചെയ്തു. കോഡിയെ ഓടിപ്പിച്ചിട്ട് തല്ലി. ഏറ്റവും അവസാനം ഡ്രൂ മെക്കിൻഡർ ബ്രീഫ് കേസ് എടുക്കുമെന്നുള്ളൊരു ലെവലിലേക്ക് എത്തിയപ്പോൾ ലാഡറിന്റെ മുകളിൽ കെയ്ൻ കയറിക്കൊണ്ട് മെക്കിൻഡറിനെ ഒരു ചോക്ക് സ്ലാം ചെയ്ത് താഴേക്കിട്ടു. എന്നിട്ട് മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസ് 2010 സ്മാക്ക് ഡൗൺ എഡിഷൻ കെയ്ൻ വിജയിക്കുകയുണ്ടായി. പിന്നീടാണ് റൈ മിസ്റ്റീരിയോ വേഴ്സസ് ജാക്ക് സ്വാഗർ തമ്മിലുണ്ടായിരുന്ന മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ഈ ഒരു ഷോക്ക് മുമ്പേ നടന്നിട്ടുണ്ടായിരുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ റൈ മിസ്റ്റീരിയോയുടെ കാലിന്റെ ലിഗമെന്റിന് ഒരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു. അത് പറ്റിച്ചത് മറ്റാരുമായിരുന്നില്ല, ജാക്ക് സ്വാഗർ തന്നെയായിരുന്നു. അദ്ദേഹം ഒരു ആംഗിൾ ലോക്ക് ചെയ്തുകൊണ്ടായിരുന്നു റൈ മിസ്റ്റീരിയോക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മിസ്റ്റീരിയോ വേഴ്സസ് ജാക്ക് സ്വാഗർ തമ്മിലുള്ള മാച്ച് അവിടെ നടക്കുകയുണ്ടായി. നല്ല അടിപൊളിയായിട്ട് തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാലിന് പരിക്കുണ്ട് എന്നുണ്ടെങ്കിലും പരിക്കൊന്നും വകവയ്ക്കാതെ റൈ മിസ്റ്റീരിയോ നല്ല രീതിയിൽ ജാക്ക് സ്വാഗറിനെ അറ്റാക്ക് ചെയ്യുകയുണ്ടായി. റൈ മിസ്റ്റീരിയോയുടെ ഇഞ്ചുറി പറ്റിയ കാലിന് ഉന്നം വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ജാക്ക് സ്വാഗർ മുഴുവനായിട്ടും മാച്ചിൽ മത്സരിച്ചത്. എങ്ങനെയോ കഷ്ടപ്പെട്ട് ഒരു റോളപ്പ് പിന്നിലൂടെയായിരുന്നു റൈ മിസ്റ്റീരിയോ ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. വിജയിച്ചു കഴിഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ ജാക്ക് സ്വാഗർ വീണ്ടും റൈ മിസ്റ്റീരിയോയെ അറ്റാക്ക് ചെയ്തു. അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെറുതെ തല്ലുക മാത്രമല്ല, റൈ മിസ്റ്റീരിയോയുടെ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്ന ആ ഒരു കാലിന് തന്നെയായിരുന്നു ജാക്ക് സ്വാഗർ ഉന്നം വെച്ചത്. പക്ഷേ റൈ മിസ്റ്റീരിയോയെ രക്ഷിക്കാൻ വേണ്ടി അതാ വരുന്നു കെയ്ൻ വന്നുകൊണ്ട് ജാക്ക് സ്വാഗറെ അറ്റാക്ക് ചെയ്ത് ബാക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. അതോടെ റൈ മിസ്റ്റീരിയോയ്ക്ക് സന്തോഷമായി. അദ്ദേഹത്തിന്റെ ചാമ്പ്യൻഷിപ്പ് ഉയർത്തി അവിടെ നിൽക്കുകയുണ്ടായി. പക്ഷേ അപ്പോൾ അത് ഒരു മ്യൂസിക് കേൾക്കുന്നു. മറ്റാരുമല്ല, നേരത്തെ വന്നിട്ടുണ്ടായിരുന്ന കെയ്ൻ തന്നെ അദ്ദേഹത്തിന്റെ മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസുമായിട്ടായിരുന്നു റിങ്ങിലേക്ക് വന്നത്. അദ്ദേഹം തന്നെ മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസ് ക്യാഷ് ഇൻ ചെയ്യുകയാണ്
എന്നുള്ളതായിരുന്നു അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വന്നപ്പോൾ തൊട്ട് തന്നെ കെയിനും അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് റോയ് മിസ്റ്റീരിയോയുടെ കാലിന് തന്നെയായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു ചോക്ക് സ്ലാമും ഒരു ടോം സ്റ്റോൺ പൈൽ ഡ്രൈവറും ചെയ്തുകൊണ്ട് കെയിൻ വേൾഡ് ചാമ്പ്യനായി മാറുകയുണ്ടായി. ശരിക്കും ഈ ഒരു സമയത്ത് കെയിനും അണ്ടർടേക്കറും തമ്മിലുള്ള ഒരു വലിയ സ്റ്റോറി ലൈൻ തന്നെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടായിരുന്നു കെയിൻ വേൾഡ് ചാമ്പ്യൻഷിപ്പ് എല്ലാം തന്നെ റോയ് മിസ്റ്റീരിയോയുടെ കയ്യിൽ നിന്നും വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസും വിജയിച്ചു. ആ ദിവസം തന്നെ വേൾഡ് ചാമ്പ്യൻഷിപ്പും വിജയിച്ച കെയിനിൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇനിയും ഇതുപോലെയുള്ള ഏത് സൂപ്പർ താരത്തിൻ്റെ എന്ത് കഥയാണ് വേണ്ടത് എന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത ആഴ്ച മറ്റേതെങ്കിലും താരത്തിൻ്റെ മറ്റേതെങ്കിലും കിടിലൻ കഥയുമായിട്ട് വരാം. അതുവരേക്കും ബൈ ഗായ്സ്.